When I asked a person, talk something about you, then she replied me, I have a father, mother, and I have a sister. My sister have a daughter. Then she is continuing about her family. Then I asked her, stop there. What do you said? I have a father. Then I have a mother. Then I have a sister. Then my sister have a daughter. Then I stopped there again. ഇത് നമുക്ക് പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സോ ഐ ഹാവ് എന്ന് പറയും, അതേപോലെ തന്നെ ഷീ ഹാവ് എന്നും പറയും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തർത്ഥത്തിലാണ് അവിടെ ഐ ഹാവ് എന്ന് പറഞ്ഞിട്ടുള്ളത്? എനിക്കുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഒരു അസറ്റ് ആണ് അവിടെ സംസാരിച്ചിട്ടുള്ളത്. ഇതേ ഉദ്ദേശം തന്നെയാണ് ഷീ ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത്, അവൾക്കുണ്ട് എന്ന് പറയാൻ. എന്നാൽ അവൾക്കുണ്ട് എന്ന് പറയാൻ ഷീ ഹാവ് അല്ല ഉപയോഗിക്കേണ്ടത്, പകരം ഷീയുടെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഹാസ്, അതായത് ഹി, ഷീ, ഇറ്റ്, ഇതിന്റെ കൂടെ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ഹാസ് ആണ് ഉപയോഗിക്കുക. സെയിം മീനിങ് ആണ് വരുന്നത്, പക്ഷെ ഹാസ് ആണ് ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിക്ക് ഹാവിന്റെ അത്ര പരിചയം ആരുമായിട്ടില്ല, ഹാസും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാവ് വരുന്ന എല്ലായിടത്തും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഹാസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതൊരു ഗ്രാമറ്റിക്കലി കോമൺ ആയിട്ട് വരുന്ന ഒരു എറർ ആണ്. സോ പ്ലീസ് ടേക്ക് കെയർ. Tool School of English.